ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഫയസ് ചെയ്യുന്നപ്പോൾ ഇപ്പോൾ പുതുപുത്തമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെന്ന് പറയുന്നത് പോകുന്നത് അതായത് ഒരു 5000 രൂപ മാസം ഇൻവെസ്റ്റ് ചെയ്താൽ 1 കോടി അവൻ എത്ര സമയം എടുക്കുന്നത് ആണ് നമ്മളെന്ന് പറയാൻ പോകുന്നത്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈസി ആയിട്ട്. അപ്പോൾ അത് എത്ര സമയം എടുക്കും, പിന്നെ അതുപോലെ തന്നെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ, എത്ര പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടുന്ന സംഭവത്തിന് ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അതുകൊണ്ട് 30 days 30 ഫൈനാൻസ് കണ്ടതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മന്ത്ലി 5000 ഇൻവെസ്റ്റ് ചെയ്യാം. ഏകദേശം ഒരു അത്യാവശ്യം നല്ല രീതിയിൽ സാലറി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു 5000 മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ വലിയ സംഭവമായിട്ടുള്ള കാര്യമായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എന്തായാലും മന്ത്ലി 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 12% റിട്ടേൺ കിട്ടുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, മ്യൂച്വൽ ഫണ്ടിൽ എന്ന് വേണമെന്നില്ല, വേറെ ബോണ്ട്സോ എന്തെങ്കിലും സംഭവത്തിൽ 12% റിട്ടേൺ നമുക്ക് കിട്ടണം. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 12 ലക്ഷത്തിൻ്റെ അടുത്തായിട്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇത് 1 കോടി രൂപയാവണമെങ്കിൽ ഏകദേശം ഒരു 25-26 കൊല്ലം എടുക്കും. ഓക്കെ, 26 കൊല്ലം എടുത്താലും, പക്ഷേ 26 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ 5000 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആകെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുന്നത് 15,60,60,000 രൂപയായിരിക്കും. ഓക്കെ, 15 ലക്ഷം രൂപ, ഒരു 14 ലക്ഷം റൗണ്ട് ചെയ്ത് പറയാം. 14 ലക്ഷം രൂപ നമ്മൾ 26 കൊല്ലം കഴിയുമ്പോൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1,07,55,560 രൂപയായിരിക്കും. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതാണ് SIPയുടെ പവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, കോമ്പൗണ്ടിങ്ങിൻ്റെ പവർ എന്ന് പറയുന്നത്. അതായത് ലോകത്തെ 8ാമത്തെ അത്ഭുതം എന്നൊക്കെ പറഞ്ഞ് കോമ്പൗണ്ടിങ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് എന്താ സംഭവം എന്ന് വെച്ചാൽ, കോമ്പൗണ്ടിങ് എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പൈസ ഇടണു, പിന്നെ അടുത്ത കൊല്ലാകുമ്പോൾ അത് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടണു, പിന്നെ അടുത്ത കൊല്ലാകുമ്പോൾ നമ്മൾ ഇട്ട പൈസയും നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റും പോലും നമുക്ക് അടുത്ത ഇൻട്രസ്റ്റ് കിട്ടുന്നു. പിന്നെ അങ്ങനെ കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ SIP കാൽക്കുലേറ്റർ എടുത്തതിന് ശേഷം ഒരു 5000 രൂപ വെച്ച് 12% നമുക്ക് റിട്ടേൺ കിട്ടുന്ന ഒരു SIPയിൽ ഇടാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഇട്ട് കഴിഞ്ഞിട്ട് ഏകദേശം 26 കൊല്ലം ടൈം, അങ്ങനെ എല്ലാ കൊല്ലവും എല്ലാ മാസം നിങ്ങൾ 5000 രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ 14 ലക്ഷത്തിൻ്റെ അടുത്ത് ആകെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങളുടെ 1,07,55,560 രൂപ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് SIP. അപ്പോൾ SIPയുടെ ഫുൾ ഫോം പറയുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫൈനാൻസ് റിലേറ്റഡ് കുറച്ച് അടിപൊളിയായിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും കുറച്ച് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ 30 days 30 ഫൈനാൻസ് കണ്ടന്റ് എന്ന് പറഞ്ഞ സീരീസ് നമ്മൾ തുടങ്ങിയത്. ഇപ്പോൾ ഏകദേശം അതിൻ്റെ പകുതി അതിൻ്റെ ഇനിയും കുറച്ചും കൂടി വീഡിയോസ് നമ്മൾ അടിപൊളിയായിട്ടുള്ള ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫൈനാൻസിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് അറിയാൻ, ഒരു ബേസിക് സംഭവങ്ങളൊക്കെ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പ്ലേലിസ്റ്റ് എടുക്കുക. അതിൽ എല്ലാ വീഡിയോസും ഉണ്ട്. പിന്നെ അപ്പോൾ തന്നെ ഏതെങ്കിലും വീഡിയോസ് ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് വേണമെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ച് എന്തായാലും നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അത്രത്തോളം ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അത് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങൾ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യപ്പെടുത്തുക. അപ്പോൾ ഞാൻ ഇവിടെ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.